أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 179ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഖൈറായ ഹലാലായ മുറാദുകളൊക്കെ വീടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകാൻ കാരണമാക്കുന്ന സബബാക്കുന്ന മജ്ലിസായി തദ്രീബ് അല്ലാഹു ഖബൂലാക്കട്ടെ. ആയിരക്കണക്കായ ആളുകളാണ് അൽഹംദുലില്ലാഹ് തദ്രീബിലൂടെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലാഹുവേ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും എന്തെല്ലാം നിയ്യത്തുകളുമായി അല്ലാഹുവേ ഖുർആൻ പഠിക്കുക എന്ന ആ താല്പര്യത്തോടുകൂടി നമ്മളെ തദ്രീബിൽ വന്നോ എല്ലാവർക്കും പടച്ചവനെ നീ എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ നൽകണേ അല്ലാഹ്. ഖൈറായ ഹലാലായ മുറാദുകളൊക്കെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അൻകബൂത്ത് കുറച്ച് ഓതി അല്ലേ? കുറച്ചും കൂടെ ഓതാനുണ്ട്. അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വഖഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. വഖഫ്, വസ്ൽ, സക്ത്, ഖത്അ ഇങ്ങനെ 4 രൂപത്തിലേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഓരോന്നും എന്താണെന്നും വിശദമായി നമ്മൾ പറഞ്ഞു, ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് വഖഫ്, എങ്ങനെയാണ് വസ്ൽ, എങ്ങനെയാണ് സക്ത്, എങ്ങനെയാണ് ഖത്അ പറഞ്ഞു. എന്താ പറഞ്ഞത്? വസ്ൽ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഇങ്ങനെ കലിമത്തുകൾ, ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് വസ്ൽ എന്ന്. വഖഫ് ആകുമ്പോഴോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ശ്വാസവും ശബ്ദവും കട്ട് ചെയ്ത് ഓത്ത് നിർത്തുക, എന്നിട്ട് ബാക്കി ഓതുക. ഇതാണ് വഖഫ്. സക്ത് എന്ന് പറഞ്ഞാലും പറഞ്ഞു. കല്ലാ ബൽ റാന, ബൽ റാന, ഗ്യാപ്പ് കൊടുക്കുക, ശ്വാസം വിടാൻ പാടില്ല. ഖത്അ എന്ന് പറഞ്ഞാൽ ഓത്ത് മതിയാക്കുക, നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. ഇനി റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അഊദുവും ബിസ്മിയും വേണം അല്ലേ? ഓക്കെ, ഈ 4 രൂപങ്ങളിൽ നമുക്ക് ഓതാം. ഇതാണ് എന്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്.
ഇനി ശ്രദ്ധിക്കുക, ഈ 4 രൂപത്തിലും അല്ലാത്തൊരു ഓത്ത് എന്താവുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഉസ്താദന്മാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അത് പാടില്ലാത്തതാണ്, അത് ഒരിക്കലും അനുവദനീയമല്ലാത്തതാണ് എന്നാണ് ഉസ്താദന്മാരൊക്കെ പറയുന്നത്. കാരണം നോക്കി, ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഖിറാഅത്തിൻ്റെ മദാർ ഇത്തിബാ ആണെന്ന് പറയലുണ്ട്. എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത് എങ്ങനെയായിരിക്കണം, അത് നമുക്ക് നമ്മുടെ ഉസ്താദന്മാരുടെ അങ്ങനെ കിട്ടിപ്പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇങ്ങോട്ട് അവരാരും ഈ ആയത്തിൻ്റെ ഒടുവിലോ മറ്റോ ഈ 4 രൂപത്തിലല്ലാതെ ചെയ്തില്ല. അല്ലാത്തൊരു രൂപം കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ ഞാൻ നിർത്തിയോ, വഖഫ് ചെയ്തോ, ചേർത്തിയോതിയോ? ചേർത്തിയോതുകയാണെങ്കിൽ ഇങ്ങനെ ഓതണം. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. ഇങ്ങനെ ഓതണം. ആ ആയത്തിൻ്റെ അവസാനത്തെ അക്ഷരം, അതിൻ്റെ ഹറക്കത്ത് ശരിക്കും കേട്ട് ഓതണം. ഇല്ലെങ്കിൽ നോക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി. അൽഹംദുലില്ലയും അർറഹ്മാനിയിലേക്ക് ഹംസ വസലിൻ്റെ ഹംസയല്ലേ, കൂട്ടിയൊതുമ്പോൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് ഇതൊക്കെ ഖത്വയിൻ്റെ ഹംസയായി മാറിയില്ലേ? അങ്ങനെ ആലോചിച്ചാൽ പോരെ? ഈ ആയത്തിൻ്റെ നിങ്ങൾ പറ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ ഞാൻ നിർത്തിയോ ഇല്ലയോ? നമ്മൾ മലയാളത്തിൽ നിർത്താതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു ഇസ്തിലാഹുണ്ട്, ഒരു സാങ്കേതികമായ പ്രയോഗങ്ങളും നിർവചനങ്ങളും ഉണ്ട്. വഖഫാവണമെങ്കിൽ ശ്വാസവും ശബ്ദവും മുറിയണം. വസ്ലാണെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പാലിക്കണം. ഇത് രണ്ടും അല്ലാതെ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇപ്പം എന്താ ചെയ്ത്? വഖഫാണോ, വസ്ലാണോ, സക്താണോ, ഖത്വാണോ? നിങ്ങൾ തന്നെ പറയും. അല്ലാഹ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓത്ത് ഇമാമിങ്ങളിലൂടെ കേട്ടു വന്നില്ല, അതുകൊണ്ടത് പറ്റില്ല. ശ്രദ്ധിക്കണം. എങ്ങോട്ടാണ് ഈ അർജൻറ്റിൽ പോക്ക്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ പോയാൽ എത്ര സമയം ലാഭം കിട്ടുക അല്ലേ? ഇതല്ലേ നല്ലത്. അല്ലാതെ മറ്റേ സ്പീഡിൽ പോയാൽ കിട്ടുന്ന സമയം എത്ര? ഇങ്ങനെ പോയാൽ എന്താണ് നമുക്ക് നഷ്ടം വരാനുള്ളത്? ഒരു അര സെക്കൻഡോ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ശരിക്കും ആലോചിക്കുക, വിഷയം ആലോചിക്കുക. ആ 4 രൂപത്തിലാണ് ഖിറാഅത്ത് ഉള്ളത്. സർവ്വസാധാരണമായി കേൾക്കുന്നത് ഈ രൂപത്തിലും. പടച്ചോനെ അല്ലാഹ്. അതുകൊണ്ടേ സംഗതി ശ്രദ്ധിക്കണം. അല്ലാഹുവേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ഓത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം. യാസീനാണെങ്കിലും മുൽക്കാണെങ്കിലും വാഖിഅ സൂറത്തൊക്കെ ചെറിയ ചെറിയ ആയത്തുകളാണ്. അതിലൊക്കെ ഈ വിഷയം വരും. ചേർത്തി ഓതുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ട് ഓതാന്നേ. വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ശ്രദ്ധിച്ച് ഓതാന്നേ. അല്ലാതെ എന്ത് ചെയ്യും? നിങ്ങൾ പറയും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ല ശ്രദ്ധയിലോതുക. അതിടയ്ക്കൊരു കാര്യം. ഇനി വഖഫ് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി പറയാനുള്ളത്, വഖഫിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അർത്ഥം അറിയണം, തഫ്സീർ പഠിക്കണം, ഖുർആനിൻ്റെ അർത്ഥം അറിയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അർത്ഥം അറിയാമെന്ന് പറഞ്ഞത് നടക്കൂല. എല്ലാവരും അർത്ഥം പഠിച്ചവരാ അല്ലല്ലോ. അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ അർത്ഥം അറിയാതെ തന്നെ ഓതിയാൽ ഇഷ്ടം പോലെ കൂലി കിട്ടും ഖുർആനിന്. അർത്ഥം അറിഞ്ഞു ഓതുകയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്താണ് അതിൻ്റെ കൂലി?
വലിയ കൂലിയാണ്, സംശയമല്ല. അപ്പോൾ അർത്ഥം അറിഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെ നിർത്തണമെന്ന്. അർത്ഥവും തഫ്സീറൊക്കെ ശരിക്കും പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിർത്തണം, അർത്ഥത്തിനു പിശക് വരാത്ത വിധം എവിടെ നിർത്തണം, എന്നിട്ട് എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് അർത്ഥം പഠിച്ച ആളുകൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മലയാളം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് പൂർണ്ണമാകുമ്പോൾ കേൾക്കുന്ന ആൾക്ക് അർത്ഥം മനസ്സിലാകാൻ തരത്തിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഭാഷ മലയാളമാണ് അല്ലേ. മലയാളികളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക്, ശ്രദ്ധിക്കണേ, അവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് എൻ്റെ ശൈലിയും എൻ്റെ സ്റ്റോപ്പും എൻ്റെ എല്ലാം ഉണ്ടാവുക. അല്ലാതെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടി ഇരുന്നാൽ നിങ്ങൾക്ക് നസിലാകുമോ എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമേ ഇല്ലല്ലോ അല്ലേ. ഇപ്പം എന്താ മനസ്സിലായത്? അപ്പോൾ അർത്ഥം അറിയാത്ത ഒരാൾ മലയാളം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആശയം അറിയാത്ത ഒരാൾ മംഗ്ലീഷിൽ മലയാളം എഴുതി കൊടുത്താൽ അയാൾക്ക് മലയാള ഭാഷ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോഴേ പറഞ്ഞതിൻ്റെ ചുരുക്കം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അർത്ഥം അറിഞ്ഞാലേ വഖഫ് എവിടെയാണ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പക്ഷേ എല്ലാവർക്കും അർത്ഥം അറിഞ്ഞതിന് ശേഷം മാത്രം ഖുർആൻ ഓതുക എന്നുള്ളത് പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ അപ്പോഴേ അർത്ഥം അറിയാത്തവർക്കും ഈ സ്റ്റോപ്പിൽ എവിടെ നിർത്തണം എന്ന കാര്യത്തിൽ തെറ്റുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അർത്ഥവും തഫ്സീറും ഒക്കെ ശരിക്കും പഠിച്ച വലിയ വലിയ ആലിമീങ്ങൾ, ഇമാമിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ആയത്തും പരിശോധിച്ചിട്ട് അർത്ഥമൊക്കെ നോക്കിയിട്ട് എവിടെയൊക്കെ നിർത്താൻ പറ്റും, ശരിക്കും ശ്രദ്ധിക്കണം. എവിടെയൊക്കെ നിർത്താൻ പറ്റും, എവിടെ നിർത്താൻ പറ്റൂല, എവിടെ നിർത്തലാണ് നല്ലത്, എവിടെ നിർത്താതിരിക്കലാണ് നല്ലത്, എന്നിട്ട് എവിടെയാവലാ നല്ലത്, ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. നമ്മൾ പിന്നെ എന്തിനാ ബേജാറാവണേ? നമുക്ക് ആ അടയാളങ്ങളും അതിൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കിയാൽ പോരെ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അർത്ഥം അറിയാത്ത ആളുകൾക്കും ഓതിയാൽ തെറ്റുവരാതിരിക്കാൻ വേണ്ടി അർത്ഥം അറിഞ്ഞ ആലിമീങ്ങൾ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന്. ആ അടയാളങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണെന്ന് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഓതുക. സാധാരണ നമ്മുടെ മുസ്ഹഫിൽ കണ്ടുവരുന്ന ആ അടയാളങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്രദ്ധിക്കണേ, സാധാരണ നമ്മുടെ മുസ്ഹഫിൽ കണ്ടുവരുന്ന അടയാളങ്ങൾ, എന്നിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും നമുക്കൊന്ന് പറയാം. ശ്രദ്ധിക്കണേ, നോക്കി. പിന്നെ ഈ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഓരോന്ന്. അപ്പോൾ അതിങ്ങനെ പറയും, വല്ലാതെ കുറേ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോക്കി, ഇത് കണ്ടാൽ മനസ്സിലാക്കാം ആയത്ത് അവസാനിച്ചു എന്ന് അല്ലേ. ആയത്ത് അവസാനിച്ചു, മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? ആയത്ത് അവസാനിച്ചു, അവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. നമുക്കൊന്നും വലിയ ശ്വാസമൊന്നുമില്ല, എല്ലാ ആയത്തിൻ്റെ അവസാനത്തിൽ നിർത്തി അങ്ങനെ ഓതാം. നമുക്ക് ആയത്ത് അവസാനിച്ചു, ഇനി ഇവിടെ എന്താ വിശദീകരിക്കുക? ഒന്നും വിശദീകരിക്കാനില്ല. എന്നാൽ ആയത്തിൻ്റെ ഇടയിൽ ചില ചിഹ്നങ്ങൾ കാണും. ശ്രദ്ധിക്കൂ, ഈ ചിഹ്നം കാണും, നോക്കി. ഇത് ഖൈല എന്നാണ് സാധാരണ വായിക്കുക. അൽ വഖഫു ഔല എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. അൽ വഖഫു ഔല, അൽ വഖഫു ഔല. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ചിഹ്നം കണ്ടാൽ ഇവിടെ നിർത്തലാണ് നല്ലത് ട്ടോ എന്ന്. നല്ലത് ട്ടോ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ നിർത്തിക്കോ, എന്നിട്ട് ബാക്കി ഓതിക്കോ. ഇവിടെ നിർത്തിക്കോ, ബാക്കി ഓതിക്കോ. ഇതാണ് ഖൈല എന്ന് പറയുന്ന അൽ വഖഫു ഔല എന്നതിൻ്റെ ഷോർട്ട്. ഓക്കെ, ഈ ചിഹ്നം കണ്ടാൽ മനസ്സിലാക്കണം, ഇവിടെ നിർത്തലാണ് നല്ലത്, ഇനി ബാക്കി ഓതിക്കോ. ചില മുസ്ഹഫുകളിൽ ശ്രദ്ധിക്കുക, ചില മുസ്ഹഫുകളിൽ എന്ത് കാണും? തോഉകൾ കാണും. തോഉകൾ ചില പ്രിന്റിൽ തോ എന്നാണ് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഉദ്ദേശ്യവും ഇത് തന്നെയാണ്. ഏത്? നിർത്തിക്കോ മോനെ, അതാണ് നല്ലത്, എന്നിട്ട് ബാക്കി ഓതിയാൽ മതി. തോ കണ്ടാലും വഖഫ് മുത്ലഖ് എന്നാണ് അതിനെ പറയാറുള്ളത് സാധാരണ. എന്താ ഉദ്ദേശ്യം? നിർത്തിക്കോട്ടോ, ബാക്കി ഓതിയാൽ മതി ട്ടോ എന്ന്. ചില മുസ്ഹഫിൽ നോക്കിയേ, ചില മുസ്ഹഫിൽ ഇങ്ങനെ ചിഹ്നം കാണും. എന്താണ്? സില, അൽ വസ്ലു ഔല എന്നാണ്.
ചേർത്തി ഓതലാണ് നല്ലത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേർത്തി ഓതലാണ് നല്ലത് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായി എന്ത്, വേണമെങ്കിൽ നിർത്തുകയൊക്കെ ചെയ്യാമെന്ന് അല്ലേ. നിർത്തുകയൊക്കെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ലതേ തന്നെയാണ് ചേർത്തി ഓതൽ തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അൽ വസ്ലു ഔലാ മഅ ജവാസിൽ വഖഫി, മുസ്ഹഫിൻ്റെ ലാസ്റ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല പ്രിൻ്റിലുണ്ട്. ചേർത്തി ഓതലാണ് നല്ലത്, വഖഫ് പറ്റും. അപ്പോൾ അവിടെ നിർത്തിയാലോ ഉസ്താദേന്ന്, അവിടെ നിർത്തിയാലോ, ബാക്കി ഓതിയാൽ മതി കേട്ടോ, ഇനി മടക്കി ഓതേണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? ചേർത്തി ഓതലാണ് നല്ലത്, നിർത്താം എന്ന് പറയുന്ന ഈ ചിഹ്നം കണ്ടാൽ മനസ്സിലാക്കുക, നിർത്തിയിട്ട് ഇനി ബാക്കി ഓതിയാൽ മതി എന്ന്. അപ്പം ചേർത്തി ഓതണ്ടേന്ന്, ചേർത്തി ഓതലാണ് നല്ലത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ചേർത്തി ഓതൽ ആർക്കാ നല്ലതെന്നറിയോ? ഇവിടെ ചേർത്തി അങ്ങ് പോയിട്ട് ആയത്തിൻ്റെ അവസാനം വരെ അയാൾക്ക് ശ്വാസം കിട്ടിയോ, എത്തിക്കാൻ കഴിഞ്ഞോ? ഇല്ല. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തൂലേ? അപ്പോൾ ഒന്നിരിക്കലും ആയത്തിൻ്റെ അവസാനം വരെ അയാൾക്ക് ശ്വാസം കിട്ടണം, അല്ലെങ്കിൽ ഒരു ഖില വരേക്കും. ഖില എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നിർത്തലാണ് നല്ലത് എന്ന ചിഹ്നമുള്ള അതുവരേക്കും തന്നെയെങ്കിലും ഇയാളുടെ ശ്വാസം കിട്ടണം. അല്ലാതെ ചേർത്തി ഓതലാണല്ലോ നല്ലത് എന്ന് വിചാരിച്ച് ഇവിടുന്ന് ചേർത്തി ഓതി എന്നിട്ട് ഖിലയിലേക്കും എത്തിയില്ല, ആയത്തിൻ്റെ അവസാനത്തിലേക്കും എത്തിയില്ല, നടുവിൽ കൊണ്ടുപോയി അയാൾ നിർത്തി, എന്നിട്ട് പിന്നെ അയാൾ ഒരു കരിമ്പത്തിരുത്ത് കൊണ്ട് മടക്കി ഓതി, ആകപ്പാടെ ഒരു എന്തൊക്കെപ്പാടെ ഒരു ആകപ്പാടെ ആവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുട്ടികളൊക്കെ എന്താണെങ്കിലും സില കാണുന്നിടത്ത് എന്താണെങ്കിലും നിർത്തണം, അങ്ങനെ നമ്മൾ പറയാം. കാരണം ഇവിടുന്ന് പോകുക അവിടെ എത്തൂല്ല. സില മനസ്സിലായല്ലോ? ചില സ്ഥലങ്ങളിൽ ജീം കാണും, ജീം വഖഫ് ജായിസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിർത്തണമെങ്കിൽ നിർത്താം, നിർത്തണമെങ്കിൽ നിർത്തണ്ട, കുഴപ്പമില്ല, ഈക്വലാ, രണ്ടും ചെയ്യാം കേട്ടോ. അപ്പം നിർത്തിയാൽ ബാക്കി മുമ്പ് നിന്ന് മടക്കി ഓതണമെന്ന് വേണ്ട, ബാക്കി ഓതിയാൽ മതി. ചില മുസ്ഹഫിൽ എന്ത് ചെയ്യും, ഈ ചിഹ്നം കാണും. ഈ ചിഹ്നം 3 പുള്ളികൾ, 3 പുള്ളികൾ, കുത്ത് അല്ലേ, നുഖ്ത, 3 ഇവിടെയും 3 അവിടെയും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ പേരെന്താ അറിയോ? മുആനഖഹ് എന്നാണ് അതിൻ്റെ പേര്. വഖഫ് മുആനഖഹ്. മുആനഖഹ് എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നോക്കി, 3 പുള്ളികളുള്ള ഇതിൻ്റെയും ഈ 2 ഇടയിലുള്ള ഈ വേർഡ്, ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ, ഈ നടുവിലുള്ള സെൻറ്റൻസിനെ ഒന്നിരിക്കൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒരു കൂട്ടിപ്പിടുത്തം കൊടുക്കണം. ഇതിനെ സ്വതന്ത്രമായി നിർത്തരുത്. ഇങ്ങനെ ഓതി വരുമ്പോൾ ഈ 3 പുള്ളികൾ കഴിഞ്ഞിട്ടുള്ള ഈ വേർഡിനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ 3 പുള്ളിൻ്റെ ഇതിനെ അങ്ങോട്ടോ ഒരു ബന്ധം, കണക്ഷൻ കൊടുക്കണം. സ്ക്രീനിൽ നോക്കി, ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ. കണ്ടില്ലേ? നിർത്താതെ പോകാൻ ഒരു കുഴപ്പമില്ല, നിർത്തുകയാണെങ്കിൽ ഒരിടത്തെ നിർത്താവൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, നോൺ സ്റ്റോപ്പ് പോകാം, നിർത്താതെ പോവാം. ഇപ്പോൾ ഓതിയ പോലെ ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ. ഓതാം. നിർത്തിയാണെങ്കിലോ ഒരിടത്ത്, എങ്ങനെ? ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ, അല്ലെങ്കിൽ ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ. കണ്ടില്ലേ? ഇപ്പോൾ ഈ ഫീഹിയെ നമ്മൾ കണക്ട് ചെയ്തു, ഒന്നിരിക്കലും ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് അല്ലേ, അതേ പറ്റുള്ളൂ. നിർത്താതെ പോകാൻ കുഴപ്പമില്ല, നിർത്തുകയാണെങ്കിൽ ഒരിടത്ത്. ഈ ഫീഹിയിലൊന്നും അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ വേറെ ചില സ്ഥലങ്ങളിലുണ്ട്, 2 പുള്ളികൾക്കിടയിലുള്ളത് കുറച്ച് നീളമുള്ള സെൻറ്റൻസ് ആയി കഴിഞ്ഞാൽ ചില ആളുകൾ അത് മാത്രം ഓതും, അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിക്കണം. പിന്നെ ചില മുസ്ഹഫുകളിൽ ലാ കാണും. ലാന്ന് കണ്ടാൽ മനസ്സിലാക്കുക അവിടെ നിർത്തരുത്. ഇനി ഒരാൾ ഓതി അവിടെ എത്തിയപ്പോൾ ശ്വാസം മുട്ടി, എന്ത് ചെയ്യും? നിർത്ത് തന്നെ, അല്ലാതെ എന്താ ചെയ്യുക? മരിക്കാൻ പറ്റുമോ ഓതിയിട്ട്? അപ്പോൾ പിന്നെ അർത്ഥം പൂർത്തിയാകുന്നിടത്ത് നിന്ന് മടക്കി ഓതിയിട്ട് പോകണം. ഓക്കെ, ആയത്തിൻ്റെ നടുവിൽ ശ്രദ്ധിക്കുക, ആയത്തിൻ്റെ നടുവിൽ ലാ കണ്ടാലാണ് ഈ പറഞ്ഞത്. ചിലപ്പോൾ ആയത്തിൻ്റെ ലാസ്റ്റിൽ തന്നെ ഒരുപാട് ആയത്ത് അവസാനിച്ചു എന്ന ചിഹ്നം കാണുന്നിടത്ത് തന്നെ ലാ 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 കാണാം.
അവിടെ നിന്ന് പിന്നെ മടക്കി ഓതേണ്ടതില്ല, ബാക്കി ഓതിയാൽ മതി. ആയത്ത് തീർന്നല്ലോ, അവിടെ നിർത്താമല്ലോ എന്നതാണ് അവിടെ ന്യായം. ഓക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ സീൻ കാണും. സീൻ എന്താ? സീൻ സീൻ എന്ന് പറഞ്ഞാൽ സക്ത എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സക്ത നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശബ്ദം മുറിച്ച് ഒരല്പനേരം അടങ്ങല, ശ്വാസം വിടാതെ യഥാഗണം സക്തും അല. 4 സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞല്ലോ. ഇൻഷാ അള്ളാഹ് അതവിടെ എത്തുമ്പോൾ അങ്ങനെ ഓരോന്ന് അൽ കഹ്ഫിൽ കണ്ടു, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കാണും നമ്മൾ ഇൻഷാ അള്ളാഹ്. ഈ ചിഹ്നങ്ങളും അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങളും മനസ്സിലായി കഴിഞ്ഞാൽ വിഷയം സമാധാനമായി. വഖഫിൻ്റെ നിയമമറിഞ്ഞു ഖുർആൻ ഓതണേ, അല്ലെങ്കിൽ അപകടമേറെ വലുതാണറിയണേ. സയ്യിദുനാ അലിയാർ തങ്ങളെപ്പോലുള്ളവർ തർത്തീലൻ എന്നതിനർത്ഥമിങ്ങനെ ചൊന്നവർ. എന്താ പറഞ്ഞത്? റത്തിലിൽ ഖുർആന തർത്തീല എന്നതിൻ്റെ തഫ്സീർ മഅരിഫത്തുൽ വുഖൂഫ്, തജ്വീദുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ കിളിയാക്കുക, വഖഫ് അറിയുക എന്നതാണെന്ന് ആ പറഞ്ഞതിൻ്റെ തഫ്സീർ അർത്ഥമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ വഖഫിൻ്റെ ഒരു കാഠിന്യം എത്രയാ, മീൻസ് ഗൗരവം എത്രയാണ്, മാറിപ്പോയാലൊക്കെ. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ചിഹ്നങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ഒന്നുകൂടെ വേണമെങ്കിൽ കേൾക്കണം. യെസ്. ഇനി നമുക്ക് സൂറത്തുൽ അൻകബൂത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ഓതാം കേട്ടോ ഇൻഷാ അല്ലാഹ്. വഖഫിൻ്റെ ചിഹ്നങ്ങളും ഒക്കെ കണ്ട് നോക്കിയിട്ട് അങ്ങനെ ഓതാം ഇൻഷാ അല്ലാഹ്. 40 ആയത്തുകളാണ് നമ്മൾ ഓതിയത്, അതിൻ്റെ ബാക്കി. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون إن الله يعلم ما يدعون من دونه من شيء وهو العزيز الحكيم وتلك الأمثال نضربها للناس وما يعقلها إلا العالمون خلق الله السماوات والأرض بالحق إن في ذلك لآية للمؤمنين. Okay. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا. അല്ലേ, അവിടെ ബൈറ്റ എന്നുള്ളിടത്ത് സ്ഥലമുണ്ട്. ചേർത്തി ഓതുകയാണെങ്കിൽ അടുത്ത അങ്കബൂത്ത് വരെയൊക്കെ എത്തണം. പോരാ, ലാസ്റ്റ് വരെ എത്തേണ്ടതാണ്. മിനിമം അങ്ങോട്ട് വന്നെങ്കിലും എത്തണം. എത്തുമോ? ശ്വാസം കിട്ടുമോ? എന്നാൽ പോട്ടെ. ഇല്ലേ, നിർത്ത് തന്നെ. എന്നിട്ട് ബാക്കി وَإِنَّ أَوْهَنَ الْبُيُوتِ لَبَيْتُ الْعَنْكَبُوتِ لَوْ كَانُوا يَعْلَمُونَ. കണ്ടോ, ഇപ്പോൾ ഓതിയപ്പോൾ ശ്വാസം കിട്ടി, അപ്പോൾ അവിടെ സ്റ്റോപ്പില്ലാതെ ഇങ്ങോട്ട് പോന്നു. നേരത്തെ ഓതിയപ്പോൾ ശ്വാസം കിട്ടിയില്ലായിരുന്നു, അപ്പോൾ അവിടെ നിർത്തി. إِنَّ اللَّهَ يَعْلَمُ مَا يَدْعُونَ مِن دُونِهِ مِن شَيْءٍ. വഖഫ് ജായിസ്. നിർത്താതിരിക്കാം, അല്ലെങ്കിൽ ചേർത്തി ഓതട്ടെ. وهو العزيز الحكيم وتلك الأمثال نضربها للناس وما يعقلها إلا العالمون. Okay. وتلك الأمثال نضربها للناس. അല്ലേ, ചേർത്തി ഓതാം. നല്ലതാണ്. ആയതിൻ്റെ എൻ്റെ വരെ എത്തൂലേ, നിർത്താം. وما يعقلها إلا العالمون خلق الله السماوات والأرض بالحق. وقف جائز. إن في ذلك لآية للمؤمنين. أتل ما أوحي إليك من الكتاب وأقم الصلاة
ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഈ ആയതിലേക്ക് ഉത്ലു തുടങ്ങാൻ കാരണം അറിയില്ലേ? എന്താണ്? ഹംസത്തുൽ വസ്ൽ കഴിഞ്ഞ് രണ്ടാമത്തേതിൻ്റെ ആ ദമ്മായതുകൊണ്ടില്ലേ? ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ്സലാഹ് ലേ സില ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അൽ വഖ്ഫു ഔലാ, നിർത്തട്ടെ അവിടെ. വലദിക്റുല്ലാഹി അക്ബർ, സ്റ്റോപ്പ്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. ബാക്കി ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إلا الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون. وكذلك أنزلنا إليك الكتاب فالذين آتيناهم الكتاب يؤمنون به ومن هؤلاء من يؤمن به وما يجحد بآياتنا إلا الكافرون. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون. أوكي. ولا تجادلوا أهل الكتاب إلا بالتي هي أحسن. أولاً وقف إلا الذين ظلموا منهم صلة. وقولوا آمنا بالذي أنزل إلينا وما أنزل إليكم وإلهنا ശ്വാസം കിട്ടൂല, അപ്പോൾ നിർത്തുക. وإلهنا وإلهكم واحد ونحن له مسلمون. അടുത്ത وكذلك أنزلنا إليك الكتاب ജായിസാണ്, നിർത്താം. فالذين آتيناهم الكتاب يؤمنون به ومن هؤلاء من يؤمن به. അവിടെ നിർത്താതെ പോന്നാൽ ഇവിടെയുള്ള മദ്ദും ഇദ്ഗാം ബിഗുന്നൊക്കെ എടുത്ത് അവിടെ എത്തൂലേ? നിർത്താം. وما يجحد بآياتنا إلا الكافرون. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون. بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون. وقالوا لولا أنزل عليه آيات من ربه قل إنما الآيات عند الله وإنما أنا نذير مبين. أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم إن في ذلك لرحمة وذكرى لقوم يؤمنون. قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون. أوكي. وقالوا لولا أنزل عليه آيات من ربه. പിന്നെയോ ഇല്ല. അടുത്ത നോക്കി. أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم. ജായിസ് അല്ലേ? ബാക്കിയുള്ളത് അങ്ങനെ പോകും. അടുത്ത നോക്കി. قل كفى بالله بيني وبينكم شهيدا. സിലണ്ട്, നിർത്താം. എന്നിട്ടോ يعلم ما في السماوات والأرض
അങ്ങോട്ട് എത്തുമോ? സ്റ്റോപ്പില്ലാതെ. എന്നാൽ ഇവിടെ വരെ പോരാം. വല്ലദീന ആമനൂ ബിൽ ബാത്തിലി വകഫറൂ ബില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. അടുത്ത് നോക്കിയേ. വയസ്തഅ്ജിലൂനക ബിൽ അദാബ് വലൗലാ അജലുൻ മുസമ്മൻ ലജാഅഹുമുൽ അദാബ് വലയഅ്തിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين يوم يغشاهم العذاب من فوقهم ومن تحت أرجلهم ويقول ذوقوا ما كنتم تعملون يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون كل نفس ذائقة الموت ثم إلينا ترجعون. أوكي. ويستعجلونك بالعذاب جيم ولولا أجل مسمى لجاءهم العذاب جيم وليأتينهم بغتة وهم لا يشعرون. يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين. أوكي ليه. يوم يغشاهم العذاب من فوقهم ومن تحت أرجلهم ليه ويقول ذوقوا ما كنتم تعملون يا عبادي الذين آمنوا. اوكي. إن أرضي واسعة فإياي فاعبدون. فإياي ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. كل نفس ذائقة الموت لا ثم إلينا ترجعون. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون. الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا يعقلون. ഓക്കെ. എങ്ങനെ? والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها. അല്ലേ? ശരിക്കും ഓതുമ്പോൾ ശ്വാസം കിട്ടില്ല. ഇടയിൽ നിർത്തി അർത്ഥം പൂർത്തിയാകുന്ന ഇടത്ത് മടക്കി ഓതി. നിഅമ അജ്റുൽ ആമിലീൻ അല്ലദീന صبروا وعلى ربهم يتوكلون. അടുത്ത നോക്കി. وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله. അതുവരെ പോരണം. ജീം. فأنى يؤفكون. الله يبسط الرزق لمن يشاء من عباده ويقدر له. നിർത്തണം. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അടുത്ത ആയത്തിൽ നോക്കിയേ. ലയഖൂലുന്നല്ലാഹ് അവിടെയുണ്ട്. ഖുലിൽ ഹംദുലില്ലാഹ് അവിടെയുണ്ട്. ഖില പൂർത്തിയാക്കുക കുറച്ചുകൂടെ. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹ്വു വലഇബ് വഇന്നദ് ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ
فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم أفبالباطل يؤمنون وبنعمة الله يكفرون ومن أظلم ممن افترى على الله كذبا أو كذب بالحق لما جاءه أليس في جهنم مثوى للكافرين والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. ഇവിടെ وما هذه الحياة الدنيا إلا لهو ولعب. വഖഫ് ജായിസ് ആണ്. നിർത്തണമെങ്കിൽ നിർത്താം, നിർത്തണ്ടെങ്കിൽ നിർത്തണ്ട, ലാസ്റ്റ് വരെ എത്തുമോ നോക്കുക. ഇനി വീണ്ടും وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. അടുത്ത ആയത്തിലോ നോക്കി, ചിഹ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? ശ്വാസം കിട്ടില്ലെങ്കിൽ നിർത്തിയിട്ട് അർത്ഥം പൂർത്തിയാകുന്നിടത്ത് നോക്കി. فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون. അങ്ങനെ ചെയ്യണം. ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون. അടുത്ത ആയത്തിൽ മിൻ ഹൗലിഹിം, അവിടെ ജായിസ് അല്ലേ. അടുത്ത ആയത്തിലോ വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ എന്ന് തുടങ്ങി ലമ്മാ ജാഅഹ് അവിടെ വല്ലദീന ജാഹദു. അടുത്ത ലാസ്റ്റ് ആയത്തിൽ നോക്കി വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ وإن الله لمع المحسنين اللهم اجعلنا من المحسنين. അല്ലാഹുവേ ഞങ്ങളെ മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇഹ്സാൻ ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്തു തരണം അല്ലാഹ്. ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ റബ്ബേ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെയൊക്കെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കൾ കാരണം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ റഹ്മത്തും ബറക്കത്തും ഏറ്റി തരണമല്ലോ. കുടുംബജീവിതത്തിലൊക്കെ സന്തോഷവും റാഹത്തും തരണമല്ലോ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലോ. മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകണേ അല്ലോ. ഞങ്ങളെയും അവരെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലോ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക് അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام